ഗുരു, അങ്ങിപ്പോഴും പിതാവിനോടുള്ളിൽ നീരസം കരുതുന്നു. അങ്ങയ്ക്ക് അദ്ദേഹത്തോട് ക്ഷമിച്ചുകൂടെ? ഞാൻ ക്ഷമിച്ചതാണല്ലോ. വസിഷ്ഠൻ ക്ഷമിച്ചില്ലെങ്കിൽ സത്യവ്രതൻ അയോധ്യയുടെ കിരീടം ചൂടാൻ സാധിക്കില്ല കുമാര. പക്ഷേ ഞാൻ ക്ഷമിച്ചിട്ടും ഇപ്പോഴും ആ ത്രിശങ്കു ആശ്രയിക്കുന്നത് വിശ്വാമിത്രനെയാണ്. ഗുരുവായ നമ്മെ അവഗണിച്ച് അയാൾ പോകുന്നത് വിശ്വാമിത്രന്റെ പിന്നാലെയാണ്. ഞാനും വിശ്വാമിത്രനും തമ്മിലുള്ള സ്പർദ്ധ സർവ്വലോകങ്ങളിലും പ്രഖ്യാതമാണ്. കുമാരൻ പിതാവിനെ ഉപദേശിക്കണം. ഗുരു, പിതാവിനെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. തീവ്ര അനുഭവങ്ങളിൽ സ്ഫുടം ചെയ്തെടുത്ത പരുക്കൻ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. അതിനു മുന്നിൽ ഉപദേശവുമായി ചെല്ലാൻ തക്ക കരുത്ത് എനിക്കില്ല ഗുരു. ശരിയാണ്. പിതാവിനെ ഉപദേശിക്കാനും അദ്ദേഹത്തിന് നേർവഴി കാട്ടാനും കുമാരൻ പ്രാപ്തനല്ല. അതിന് നിയുക്തനാകുന്നത് ഉചിതവുമല്ല. അയാളുടെ വിധിയുമായി ജീവിച്ചവസാനിക്കട്ടെ. കുമാരൻ ഇക്ഷ്വാകു വംശത്തിന്റെ സന്മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാതിരുന്നാൽ മതി. തീർച്ചയായും ഗുരു. അങ്ങയുടെ വാക്കുകൾ അനുസരിച്ച് നീങ്ങുന്ന ഒരു വിനീത ശിഷ്യനായിരിക്കും ഞാൻ. അത് മതി. അതിന്റെ നന്മ കുമാരനുണ്ടാകും. പ്രണാമം പിതാവേ. പ്രണാമം ഹരിചന്ദ്ര. അങ്ങ് വല്ലാതെ ആകുലനാണല്ലോ. എന്തോ കാര്യങ്ങൾ അങ്ങേ അലട്ടുന്നുണ്ട്. അത് ഒരു പുത്രൻ അറിയാൻ പാടുള്ള കാര്യങ്ങളാണെങ്കിൽ ദയവായി അറിയിച്ചാലും. ഇപ്പോൾ നമ്മെ അലട്ടുന്ന കാര്യം രഹസ്യമായി മനസ്സിൽ വയ്ക്കേണ്ട ഒന്നല്ല ഹരിചന്ദ്ര. അത് നിന്നെ അറിയിക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആരെ അറിയിച്ചാലാണ് അതിനൊരു പരിഹാരമുണ്ടാവുക എന്ന ആശങ്കയിലാണ് നാം. പറഞ്ഞാലും പിതാവേ, അങ്ങേ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ചിലപ്പോൾ എനിക്ക് സാധിച്ചേക്കും. കേൾക്കുമ്പോൾ ബാലിശമെന്ന് തോന്നാം. പക്ഷേ കുറേ നാളുകളായി നമ്മെ വല്ലാതെ അലട്ടുകയാണ്. അങ്ങ് എന്തായാലും പറയൂ. പരിഹാരം കണ്ടെത്താനാകുമോ എന്ന് നോക്കാം. ഇതൊരു മോഹമാണ് ഹരിചന്ദ്ര. ഈ ഉടലോടെ സ്വർഗത്ത് പോകണം എന്നൊരു മോഹം. ഏറെ നാളുകളായി നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിനുള്ളൊരു വഴി നമുക്കിനിയും തെളിഞ്ഞു കിട്ടുന്നില്ല. നിനക്കും ഒന്നും തോന്നുന്നുണ്ടാവില്ല അല്ലേ? അല്ലെങ്കിൽ തന്നെ ഇത് വിചിത്രമായൊരാഗ്രഹമാണ്. ഇന്ന് വരെ ഒരു മനുഷ്യനും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരാഗ്രഹം. ആ പറഞ്ഞത് ശരിയായിരിക്കില്ല പിതാവേ. മനുഷ്യകുലമുണ്ടായ കാലം മുതൽ എല്ലാ മനുഷ്യരും ആഗ്രഹിച്ച കാര്യമായിരിക്കും അത്. അങ്ങയെപ്പോലെ ആരും അത് പുറത്ത് പറഞ്ഞിരിക്കില്ല എന്ന് മാത്രം. അതെ, പുറത്ത് പറയാൻ പറ്റാത്ത മട്ടിൽ ബാലിശമാണ് ആ ആഗ്രഹം. അതാവും ആരും ഉറക്കെ പറയാത്തതും. ഇല്ല പിതാവേ, അത് വിശിഷ്ടമായൊരു ആഗ്രഹം തന്നെയാണ്. സഫലമാക്കാൻ പ്രയാസമുള്ള ഒരു ആഗ്രഹമായതുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതെ, സഫലമാകാൻ പ്രയാസമുള്ള ഒരാഗ്രഹം. അതിങ്ങനെ മനസ്സിൽ കിടന്ന് വിങ്ങുകയാ. വിങ്ങിക്കോട്ടെ. ഇല്ല, അങ്ങയുടെ ഈ ആഗ്രഹം അത്രയ്ക്ക് അസംഭവ്യമൊന്നുമല്ല. അങ്ങ് ഇത് രാജഗുരു വസിഷ്ഠ മഹർഷിയോട് പറയൂ. അദ്ദേഹം ഒരു പരിഹാരം കാണാതിരിക്കില്ല. വസിഷ്ഠ മഹർഷി അതിന് പ്രാപ്തനാണ്. പക്ഷെ കുമാരൻ അറിയാമല്ലോ, എന്നും
നമ്മോടൊരു നീരസം സൂക്ഷിക്കുന്നയാളാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു ആവശ്യവുമായി നാം അദ്ദേഹത്തെ സമീപിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അനുകൂലമായിരിക്കുമെന്ന് ഹരിചന്ദ്രൻ കരുതുന്നുണ്ടോ? തീർച്ചയായും പിതാവേ. പൂർവ്വകാലത്ത് അദ്ദേഹം അങ്ങയോട് നീരസം പുലർത്തിയിരുന്നു. അതിന് കാരണം അങ്ങ് വിശ്വാമിത്ര മഹർഷിയോട് സൂക്ഷിക്കുന്ന സൗഹൃദമാണ്. അത് മറന്ന് അങ്ങ് വസിഷ്ഠ മഹർഷിയെ സമീപിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം വേണ്ടത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ നാം വസിഷ്ഠ മഹർഷിയെ കണ്ട് സംസാരിക്കാം. അത് തന്നെയാണ് ശരിയായ വഴി. നാളെ തന്നെ വസിഷ്ഠ മഹർഷിയെ കണ്ട് സംസാരിക്കാം. വിജയ് ഭവ. ഉടലോടെ സ്വർഗത്ത് പോവുകയോ? അത് സാധ്യമാണോ പ്രഭോ? അത് സാധിക്കുമെങ്കിൽ പിതാവിന് അതിനുള്ള സാഹചര്യമൊരുക്കണം. അത് ഒരു പുത്രൻ എന്ന നിലയിൽ എന്റെ ചുമതലയാണ്. പക്ഷേ അങ്ങനെ അവിടുത്തെ പിതാവിനെ ഉടലോടെ സ്വർഗത്തേക്ക് അയക്കുവാൻ ആർക്ക് സാധിക്കും? വസിഷ്ഠ മഹർഷിക്ക് സാധിച്ചേക്കും. പൊതുവിൽ പിതാവിന് വസിഷ്ഠ മഹർഷിയോട് താല്പര്യക്കുറവുണ്ട്. അദ്ദേഹത്തിന് ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള നീരസം അവസാനിക്കാനും മതി. എല്ലാം നല്ലതിനാവട്ടെ. നല്ലതിനായാൽ മതിയായിരുന്നു. പിതാവിന് വിശ്വാമിത്ര മഹർഷിയോടുള്ള താല്പര്യം വസിഷ്ഠ മഹർഷിയുടെ നീരസത്തിന് കാരണമാകാനും മതി. എന്തായാലും അച്ഛന്റെ മോഹം സാധിക്കാൻ എന്നാലാകുന്ന സഹായം ഞാൻ ചെയ്യും. അച്ഛന്റെ മോഹം മാത്രം സാധിച്ചാൽ മതിയോ? നമ്മുടെ മോഹം അത് സാധിക്കാൻ അങ്ങ് ഒരു വഴിയും കാണുന്നില്ലേ? ഭവതി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏത് മോഹം സാധിക്കുന്ന കാര്യമാണ്? രാജാവായാലും രാജകുമാരനായാലും ദാസനായാലും ദുഷ്ടനായാലും ദാമ്പത്യത്തിന്റെ സ്നേഹബന്ധത്തിൽ ബന്ധിക്കപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെ, ഒരു പുത്രൻ ജനിക്കുന്ന കാര്യം. അതെ, അതേക്കുറിച്ചും നാം ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള ഉപാധിയും വസിഷ്ഠ മഹർഷിക്ക് പറഞ്ഞു തരാനാകും. വരട്ടെ, സമയമൊത്തു വരട്ടെ. അപ്പോൾ അതിന് വസിഷ്ഠ മഹർഷിയുടെ ഉപദേശമാരായാം. അതെ പ്രഭോ, ഒരു സത്പുത്രന്റെ ജനനത്തിലാണ് ജീവിത സാക്ഷാത്കാരം ഇരിക്കുന്നത്. അങ്ങയുടെ പിതാവിന്റെ ജീവിതം അങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ടതാണ്. അതുപോലെ അങ്ങയുടെ ജീവിതവും സാക്ഷാത്കരിക്കപ്പെടണം. അതിന് എന്താണ് വഴിയെന്ന് അങ്ങ് തന്നെ അന്വേഷിച്ചറിയണം. ആദ്യം പിതാവിന്റെ മോഹം സഫലമാകട്ടെ. പിന്നീട് നമ്മുടെ മോഹത്തെക്കുറിച്ച് ചിന്തിക്കാം. പ്രണാമം മഹർഷേ. പ്രണാമം. അയോധ്യാധിപനായ സത്യവ്രത മഹാരാജാവോ, അങ്ങ് വസിഷ്ഠാശ്രമത്തിൽ വരുന്ന പതിവില്ലല്ലോ. കുലഗുരു വസിഷ്ഠൻ രാജധാനിയിലെത്തുമ്പോൾ അയോധ്യാധിപന് വസിഷ്ഠാശ്രമത്തിലെത്തേണ്ട കാര്യമില്ലല്ലോ മഹർഷി. പക്ഷേ രാജാവ് വിശ്വാമിത്രാശ്രമത്തിലെത്താറുണ്ടല്ലോ. പറയൂ മഹാരാജൻ, പതിവില്ലാതെ അങ്ങ് നമ്മുടെ ആശ്രമത്തിലെത്തുമ്പോൾ
അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ. പറഞ്ഞാലും മഹാരാജൻ. ഞാൻ വന്നത് അങ്ങയുടെ ഒരു സഹായം തേടിയാണ്. കുറച്ചു കാലമായി എന്നെ അലട്ടുന്ന ഒരു മോഹം, ഈ ഉടലോടെ തന്നെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു മോഹം. മഹാതപസ്വിയായ അങ്ങ് വിചാരിച്ചാൽ ആ മോഹം സാധിപ്പിച്ചു തരാൻ കഴിയും. അങ്ങയുടെ തപശക്തിയുടെ ബലത്തിൽ എന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് അയക്കണം. അതിനുള്ള വഴി കാണണം. സാധ്യമല്ല. വസിഷ്ഠന്റെ തപസിദ്ധികൾ അങ്ങയെപ്പോലെ ദുർവൃത്തനായ ഒരു രാജാവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് അയക്കുന്നതിന് വേണ്ടി ദുർവിനിയോഗം ചെയ്യാനുള്ളതല്ല. സ്വർഗം ആത്മാക്കളുടെ ആലയമാണ്. നശ്വര ശരീരത്തിന് അവിടെ സ്ഥാനമില്ല മഹാരാജൻ. യാഗവും ദാനവും പുണ്യപ്രവൃത്തികളും ചെയ്ത് ജീവിത വിശുദ്ധി കൈവരിക്കൂ. അതുണ്ടായാൽ മരിച്ചു വിണ്ണേറുമ്പോൾ സ്വർഗം സംപ്രാപ്തമായിക്കൊള്ളും. മഹർഷേ, അത് ലോക ജീവിതത്തിന്റെ സാമാന്യഗതിയാണ്. അങ്ങനെ സ്വർഗം പ്രാപിക്കാൻ വിശേഷ ബുദ്ധിയില്ലാത്ത ജീവികൾക്ക് പോലും സാധിക്കും. അതിൽ നിന്നും വിഭിന്നനായി എനിക്ക് സ്വർഗത്തിലെത്തണം. അതിനുതകുന്ന യാഗം അങ്ങ് അനുഷ്ഠിക്കണം. ഇല്ല മഹാരാജാവേ, നരനെ അവന്റെ നശ്വര ശരീരത്തോടെ നാഗത്തിൽ അയക്കാൻ സാധിക്കുന്ന ഒരു യാഗം ശാസ്ത്രവിധികൾ അനുസരിച്ച് അസംഭവ്യമാണ്. അങ്ങ് ആ മോഹം ഉപേക്ഷിച്ചേ മതിയാവൂ. ഇല്ല മഹർഷേ, സത്യവ്രതന് ആ മോഹം ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അയോധ്യാധിപന്മാർ വസിഷ്ഠ മഹർഷിയുടെ ആത്മശിഷ്യന്മാരാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഹവുമായി ആദ്യം അങ്ങയെ സമീപിച്ചത്. അങ്ങത് നിരാകരിച്ചാൽ ആ മോഹം അവിടെ അവസാനിക്കില്ല. അയോധ്യയിൽ വേറെയും ദൈവീക പുരുഷന്മാരുണ്ട്, ഋഷിമാരുണ്ട്. അവരെ സമീപിക്കാൻ സത്യവ്രതന് വിലക്കുകളേ ഇല്ല. അങ്ങ് കണ്ടുകൊള്ളൂ, സത്യവ്രതൻ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുന്നത്. അതിനുതകുന്ന ശാസ്ത്രവിധികളുണ്ടെന്ന് അന്ന് അങ്ങേക്ക് ബോധ്യപ്പെടും. സത്യവ്രത, പാപങ്ങളുടെ 3 ശങ്കുക്കൾ, ആണികൾ ഉള്ളിൽ പേറി ത്രിശങ്കുവായവനാണ് നീ. അന്ന് നിന്നെ ഞാൻ ശപിച്ച് ചണ്ടാളനാക്കി. പിന്നെ നീ ശാപമുക്തി തേടി തിരികെ എത്തി അയോധ്യയുടെ രാജാവായി. മനസ്സോടെയല്ല അന്ന് ആ കിരീടധാരണം ഞാൻ അംഗീകരിച്ചത്. അന്ന് പരോക്ഷമായി ഞാൻ പരാജയപ്പെട്ടു. ഇന്ന് പ്രത്യക്ഷത്തിൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. അനുവദിക്കില്ല. എന്റെ തപസിദ്ധികളെ മുൻനിർത്തി ഞാനിതാ നിന്നെ ശപിക്കുന്നു. നീ വീണ്ടും ചണ്ടാളനായി മാറട്ടെ. യുവരാജാവ് ഹരിചന്ദ്രന് പ്രണാമം. പ്രണാമം. മഹാമന്ത്രിയോടൊപ്പം വസിഷ്ഠാശ്രമത്തിലേക്ക് പുറപ്പെട്ടു വന്ന അച്ഛനെവിടെ? അതറിയിക്കാനാണ് പ്രഭു ഈയുള്ളവൻ കാത്തുനിന്നത്. അറിയിക്കാനുള്ളത് അശുഭ വാർത്തയാണ്. എന്താ അശുഭവാർത്ത? രാജഗുരു വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയ പിതാവിന് എന്താ അശുഭം സംഭവിക്കാൻ? സംഭവിച്ചത് അതാണ് പ്രഭു. സത്യവ്രത മഹാരാജാവിന്റെ ഇംഗിതം കേട്ട ശേഷം വസിഷ്ഠ മഹർഷി കോപിച്ച്
മഹാരാജാവിനെ ശപിക്കുകയായിരുന്നു പ്രഭു. പിതാവിനെ ശപിക്കുകയോ? എന്തിന്? എന്ത് കാര്യത്തിന്? അസംഭവ്യമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് മഹർഷിയെയും മക്കളെയും ശല്യം ചെയ്തതിന്. എന്നിട്ട് മഹാരാജാവ് എങ്ങോട്ട് പോയി? മഹർഷി ശപിച്ച് വീണ്ടും ചണ്ടാലനാക്കിയതിൽ മനംനൊന്ത് മഹാരാജാവ് കൊട്ടാരത്തിൽ മടങ്ങി വരാൻ വിസമ്മതിക്കുകയായിരുന്നു. നിങ്ങൾ നിർബന്ധിച്ചില്ലേ? അതെ പ്രഭു, ഞങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ മഹാരാജാവിനോട് അപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹം കൂട്ടാക്കിയില്ല. കൽപ്പന തന്ന് ഞങ്ങളെ മടക്കി അയക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം എങ്ങോട്ട് പോയി? വസിഷ്ഠാശ്രമ പ്രാന്തം കടന്ന് അദ്ദേഹം വനത്തിലേക്ക് പ്രവേശിച്ചു. വനാതിർത്തി കടന്നു ചെല്ലാൻ അദ്ദേഹം ഞങ്ങളെ അനുവദിച്ചില്ല. പോരാ, എന്ത് ചണ്ടാലത്തമുണ്ടായാലും പിതാവ് സത്യവ്രതൻ അയോധ്യയുടെ രാജാവാണ്. അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരണം. പോകൂ, പോയി രാജാവിനോട് അപേക്ഷിക്കൂ. എന്തു പറഞ്ഞിട്ടായാലും മടക്കിക്കൊണ്ടുവരണം. കൽപ്പന പോലെ യുവരാജൻ. നിൽക്കൂ, മഹാരാജാവിനോട് അറിയിക്കൂ. ഏതു ഭാവത്തിലായാലും, ഏത് രൂപത്തിലായാലും, ഏത് പതനത്തിലായാലും അയോധ്യയിലെ ജനത അദ്ദേഹത്തെ രാജാവായി സ്വീകരിക്കുമെന്ന്. ഈ ഹരിചന്ദ്രൻ വിനീതനായി വണങ്ങി നിൽക്കുമെന്ന്. അതിമോഹം ചക്രവളയം ചുറ്റിക്കും. ഏത് പശ്ചാത്തലത്തിലും അതിമോഹം ദോഷമേ വരുത്തൂ. ആഗ്രഹിക്കാവുന്നത് ആഗ്രഹിക്കുക, അനുഭവിക്കാവുന്നത് അനുഭവിക്കുക. അതാണ് കരണീയം.